ഹല്ലേലൂയ, സ്തോത്രം. ദൈവ തിരുനാമത്തിന് ഈ നല്ല പ്രഭാതത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിൽ ഒരു സത്യവചനമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശം നന്ദി അർപ്പിക്കുന്നു. ഇന്ന് എല്ലാവരെയും ബ്ലസ്സിംഗ് സ്വാഗതം ചെയ്യുന്നു. ബ്ലസ്സിംഗ് നാം ധ്യാനിക്കുന്ന വേണം. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4:18 ശ്രദ്ധയോടെ കേൾക്കാം. കാണുന്നതിന് അല്ല, കാണാത്തതിനത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പ്രിയ സഹോദരന്മാരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നല്ലൊരു മെസ്സേജ് നൽകുകയാണ്. നമ്മൾ ഒരിക്കൽ പോലും ദൈവത്തെ കണ്ടിട്ടില്ല. നമ്മുടെ പൂർവികന്മാര് പറഞ്ഞുള്ള അറിവ് മാത്രം നമ്മൾ ഒരിക്കലും ദൈവത്തെ കണ്ടു. പക്ഷെ ദൈവം തന്റെ പുത്രനെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം നമ്മളെ എപ്രകാരമാണോ തെരഞ്ഞെടുത്തിരിക്കുന്ന പോലെ തന്നെ ദൈവം തന്റെ പുത്രനെ തെരഞ്ഞെടുത്ത് ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ദൈവം തന്റെ പുത്രനെ അയച്ചത്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ബലഹീനത, നമ്മുടെ അതിക്രമങ്ങൾക്കെല്ലാം വേണ്ടി തന്റെ പുത്രനെ ഈ താണ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി അയച്ചു. പ്രിയ സഹോദരന്മാരെ, നമ്മൾ വചനമൊക്കെ വായിക്കും, നമ്മൾ കേട്ടിട്ടുണ്ട്. ആകാശവും ഭൂമിയും അതിന്റെ ഉപരിതലം എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് നമ്മൾ വചനം വായിക്കുന്നത്. അതൊരു വിശ്വാസം മാത്രമാണ്. എന്നാൽ എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായം അതിന്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യം നിശ്ചയമാണ്. പ്രിയ സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഞാൻ നിങ്ങളോട് പറയും, വിശ്വാസം അതാണ് ഏറ്റവും വലിയ കാര്യം. നിന്റെ ഉള്ളിൽ വിശ്വാസമുണ്ടോ? ആ വിശ്വാസത്തിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ ആഗ്രഹം? കർത്താവ് പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറയാൻ മാറും എന്നാണ് ദൈവവചനം പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ആ കടുകുമണി എത്രത്തോളം ചെറുതാണ്, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വിത്ത് തിങ്ങിയിരിക്കുന്നു. അപ്പൊ ആ തിങ്ങിയിരിക്കുന്ന ആ ഒരു കടുകുമണിയന് നമുക്ക് ഒരു ഉപമയായിട്ട് ദൈവം പറയണം. അത്ര സാദൃശ്യം, ഏറ്റവും ചെറു. പക്ഷെ അത് നമ്മൾ മറ്റുള്ള വിത്തുകളുടെ കൂടെ വയലിൽ വിതച്ചു കഴിഞ്ഞാൽ അത് വളർന്നു വരുന്നതായി വലിയ പടുവൃക്ഷമാകാനും സാധ്യതയുണ്ട്. അപ്പൊ അത്രയും വിശ്വാസം വേണമെന്നാണ് ദൈവം പറയുന്നത്. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നാം എന്തു പറയുന്നു, എന്താഗ്രഹം അത് ദൈവം ചെയ്തു തരും. അതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യം. നമ്മൾ എന്തിനാണ് ആശിക്കുന്നത്? അത് നമ്മുടെ മുന്നിൽ വരും എന്നുള്ള വിശ്വാസമാണ്. തീർച്ചയായിട്ടും വരും. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് വരും. അവിടെ ദൈവത്തെ വരുന്നതോളം ആരും കണ്ടിട്ടില്ല. പക്ഷെ ദൈവം ഉണ്ടെന്ന് നമ്മളതിന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തിയ ദൈവം, ആ ദൈവത്തെ സന്നിധിക്ക് നമ്മൾ ഇറങ്ങിച്ചത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത മേലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കാണും. വിശ്വാസം, എല്ലാം വിശ്വാസത്തിലാണ് ചെയ്യുന്നു. എല്ലാവരും വിശ്വാസത്തിലാണ് ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം കാണും. അതുപോലെ അതാണ് പറഞ്ഞത്, നമ്മൾ എന്തിനാണ് ആഗ്രഹിക്കുന്നു അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക. ഞാനൊരു വർഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന പുത്രനെ മഹത്വപ്പെടുന്നു. കർത്താവേ, ആ കുരണം പ്രാർത്ഥിച്ചോടെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവേ, മഹോന്നത പുത്ര, ദാവീദ് പുത്ര, ഞങ്ങളുടെ കരുണ തോന്നണമേ എന്ന കുരണം പ്രാർത്ഥിച്ച പോലെ ഞങ്ങളും ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന പച്ച. ഞങ്ങളുടെ ചെറുതും വലുതുമായ വിഷയങ്ങൾ ഞങ്ങൾ കർത്താവിന്റെ സന്നിധി ഇറക്കി വെക്കുന്ന പച്ച. യേശുവേ, അവിടുന്ന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നല്ലോ. ഞങ്ങളുടെ രോഗങ്ങൾക്കും ഞങ്ങളുടെ ഭാരങ്ങൾക്കും ഞങ്ങളുടെ പ്രയാസങ്ങൾക്കും വേണ്ടി കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശി ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടല്ലോ പച്ച. ഹാല്യ, ഞങ്ങളുടെ കയ്പ് നിറഞ്ഞ ജീവിതത്തെ മധുരമാക്കി കർത്താവെ ഇന്ന് ഞങ്ങളെ കർത്താവെ മറ്റുള്ള മുന്നിലിടയിൽ കർത്താവെ മാറ്റി ഒരു വ്യത്യസ്തനായി മാറ്റി നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രയിക്കുക. അവിടുന്ന് അനുഗ്രഹിക്കുന്നു. എന്റെ ഈ മെസ്സേജുകൾക്ക് ദൈവത്തിന് പേര് നിങ്ങളെല്ലാവരും കർത്താവായി യേശു അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തേ. ആമേൻ, ആമേൻ, ആമേൻ.